നമുക്കൊപ്പം ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് ചേരുകയാണ്. ശ്യാം ദേവരാജ്, ഗുഡ് ഈവനിംഗ്. ഇന്നത്തെ സുപ്രീം കോടതി വിധി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ്? സുജയപാർവതി, സുപ്രധാനമായ ഒരു വിധിന്യായമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്നുണ്ടായത്. അത് തമിഴ്നാട് ഗവർണർ ഡോക്ടർ ആർ എൻ രവിക്ക് തിരിച്ചടിയാകുന്നത് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലെയും കേരളമടക്കം പശ്ചിമബംഗാൾ അടക്കം അല്ലെങ്കിൽ പഞ്ചാബ് ഉൾപ്പെടെയുള്ള ഗവർണർമാരെ കൂടി ബാധിക്കുന്നതാണ്, രാജ്യമാകെയുള്ള ഗവർണർമാരെ ബാധിക്കുന്നതാണ് എന്ന് തന്നെ നമുക്ക് ആ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. കാരണം ഗവർണർമാർ ബില്ലുകൾ ഒപ്പിടുന്നതിന് നേരത്തെ ഭരണഘടനയുടെ അനുച്ഛേദം 200-ൽ പറഞ്ഞിരുന്നത് ആസ് സൂൺ ആസ് പോസിബിൾ, അഥവാ എത്രയും വേഗമെന്നായിരുന്നു. അതിന് സുപ്രീം കോടതി പുതിയ വ്യാഖ്യാനം നൽകുകയും സമയപരിധി നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. ഡോക്ടർ ആർ എൻ രവിയുടെ നടപടിക്കെതിരെ സുപ്രീം കോടതി ജസ്റ്റിസുമാരായ JB പാർഡിവാല, ആർ മഹാദേവൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് അതിരൂക്ഷമായ ഭാഷയുള്ള വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർക്ക് മുന്നിൽ 3 സാധ്യത മാത്രമാണുള്ളത്. അംഗീകാരം നൽകാം, തടഞ്ഞു വയ്ക്കാം, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് കൈമാറാം. ഇതിലൊന്ന് ചെയ്തതിന് ശേഷം രാഷ്ട്രപതിക്ക് ബിൽ കൈമാറാനാവില്ല, ഗവർണർക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കാനാവില്ല, ഭരണഘടനാനുസൃതമായി മാത്രമേ തീരുമാനമെടുക്കാനാകൂ. സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് ഗവർണർമാർ പ്രതിസന്ധി സൃഷ്ടിക്കരുത്, അവർക്ക് വിവേചനാധികാരമില്ല. നിയമസഭ, സർക്കാർ, സംസ്ഥാന സർക്കാരുകൾ എന്ത് ഉപദേശം നൽകുന്നോ, മന്ത്രിസഭ എന്ത് ഉപദേശം നൽകുന്നോ അക്കാര്യം ചെയ്യാൻ മാത്രമേ ഗവർണർമാർക്ക് കഴിയൂ. ബില്ലുകൾ വീറ്റോ ചെയ്യുന്നതിന് ഭരണഘടനാപരമായ അധികാരം ഗവർണർമാർക്കില്ല എന്നടക്കമുള്ള രൂക്ഷമായ ഭാഷയുള്ള വിമർശനമടക്കം ഉയർത്തിയാണ് ഡോക്ടർ ആർ എൻ രവിയുടെ നടപടിയെ സുപ്രീം കോടതി റദ്ദാക്കുന്നത്. മാത്രമല്ല, ഇതിൽ സമയപരിധി കൂടി സുപ്രീം കോടതി നിശ്ചയിക്കുകയും ചെയ്യുന്നുണ്ട്. ബില്ലുകൾ തടഞ്ഞു വെച്ചാൽ 1 മാസത്തിനകം തീരുമാനമെടുക്കണം, തീരുമാനമെടുത്തില്ലെങ്കിൽ 3 മാസത്തിനകം മന്ത്രിസഭയ്ക്ക് തിരിച്ചയക്കണം, നിയമസഭ രണ്ടാമതും അംഗീകരിച്ച ബില്ലിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണം എന്നടക്കമുള്ള മാർഗനിർദ്ദേശങ്ങളും സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. ഈ മാർഗനിർദ്ദേശങ്ങൾ കേരളത്തെ സംബന്ധിച്ച് കൂടി ആശ്വാസകരമാണ്. കാരണം ഇതിന് സമയപരിധി നിശ്ചയിക്കണം, ബില്ലുകൾ ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം നൽകിയ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇതെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് മുന്നിൽ വരുമ്പോൾ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത് മെയ് മാസം 13-ന് ശേഷം ഇക്കാര്യം പരിഗണിക്കാമെന്നതാണ്. കേരളം ഇതിൽ ആവശ്യപ്പെട്ടത് തമിഴ്നാട് കേസിൽ വിധി പറഞ്ഞ ബെഞ്ചിന് മുന്നിലേക്ക് ഈ കേസ് കൂടി വിടണം, ഈ ഹർജി കൂടി വിടണം എന്നാവശ്യമാണ്. പക്ഷേ ആവശ്യം അതിൽ ഇപ്പോൾ തീരുമാനമെടുക്കുന്നില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തത്. ഈ സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധിയെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിയമമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം കേരളത്തെ സംബന്ധിച്ച് കൂടി പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു വിധിയാണ് ഇന്ന് ഗവർണറുടെ കേസിൽ ബില്ലുകൾ ഒപ്പിടുന്നതിൽ സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധിയിൽ കേരളം കാണുന്നത്, കാത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ശ്യാം ദേവരാജാണ് നമുക്കൊപ്പം ചേർന്നത്.